ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 7-ാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. 2 കൊറിന്തോസ് 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 16 വാക്യങ്ങൾ. ചോദ്യം 2. 2 കൊറിന്തോസ് 7:1 അനുസരിച്ച് പൗലോസ്ലീഹ കൊറിന്തോസുകാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം പ്രിയപ്പെട്ടവരെ. ചോദ്യം 3. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ എന്തിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും എന്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം എന്നാണ് 7:1 പറയുന്നത്? ഉത്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ചോദ്യം 4. എന്തിൻ്റെയെല്ലാം എല്ലാ അശുദ്ധിയിൽ നിന്നുമാണ് നമ്മെ തന്നെ ശുചീകരിക്കാം എന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന്. ചോദ്യം 5. എന്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം എന്നാണ് 7:1 പറയുന്നത്? ഉത്തരം ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ചോദ്യം 6. 2 കൊറിന്തോസ് 7-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഉത്തരം പശ്ചാത്താപത്തിൽ സന്തോഷം. ചോദ്യം 7. എവിടെ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ എന്നാണ് 7:2 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളുടെ, അതായത് കൊറിന്തോസുകാരുടെ ഹൃദയത്തിൽ. ചോദ്യം 8. ഞങ്ങൾ ആരെയും എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നാണ് 7:2 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ദ്രോഹിച്ചിട്ടില്ല, മുറിപ്പെടുത്തിയിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. ചോദ്യം 9. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. എന്തിനല്ല ഞാൻ ഇത് പറയുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളെ, അതായത് കൊറിന്തോസുകാരെ കുറ്റപ്പെടുത്താനല്ല. ചോദ്യം 10. എന്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാണ് 7:3 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന്. ചോദ്യം 11. എന്തിനൊക്കെ വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാണ് പറഞ്ഞത്? ഉത്തരം ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി. ചോദ്യം 12. എനിക്ക് നിങ്ങളിൽ എന്തുണ്ട് എന്നാണ് 7:4 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഉത്തമ വിശ്വാസമുണ്ട്. ചോദ്യം 13. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് എന്തും ഉണ്ട് എന്നാണ് പറയുന്നത്? ഉത്തരം വലിയ അഭിമാനവുമുണ്ട്. ചോദ്യം 14. ഞാൻ എന്തായിരിക്കുന്നു എന്നാണ് 7:4 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ആശ്വാസഭരിതനായിരിക്കുന്നു. ചോദ്യം 15. എന്തിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് എന്നാണ് പറയുന്നത്? ഉത്തരം ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ്. ചോദ്യം 16. ഞങ്ങൾ എവിടെ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്നാണ് 7:5 പറയുന്നത്? ഉത്തരം മക്കെദോനിയായിൽ ചെന്നപ്പോൾ പോലും. ചോദ്യം 17. ഞങ്ങൾ മക്കെദോനിയായിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്നു മാത്രമല്ല, എന്ത് സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു. ചോദ്യം 18. ഞങ്ങൾ മക്കെദോനിയായിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്നു മാത്രമല്ല, ക്ലേശങ്ങൾ സദാ ഞങ്ങളെ
അലട്ടിക്കൊണ്ടുമിരുന്നു. പുറമേ എന്ത്, അകമേ എന്ത് എന്നാണ് പറയുന്നത്? ഉത്തരം: പുറമേ മത്സരം, അകമേ ഭയം. ചോദ്യം 19. തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ആര് ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് 7:6 പറയുന്നത്? ഉത്തരം: ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം. ചോദ്യം 20. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് പറയുന്നത്? ഉത്തരം: തീത്തോസിൻ്റെ സാന്നിധ്യം വഴി. ചോദ്യം 21. സാന്നിധ്യത്താൽ മാത്രമല്ല നിങ്ങളെ പ്രതി തീത്തോസിനുണ്ടായിരുന്ന എന്ത് മൂലവുമാണ് ആശ്വാസം നൽകിയത്? ഉത്തരം: സംതൃപ്തി മൂലവും. ചോദ്യം 22. നിങ്ങൾക്ക് എന്നോടുള്ള എന്തിനെയെല്ലാം കുറിച്ച് തീത്തോസ് പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം: താൽപ്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് പറഞ്ഞപ്പോൾ. ചോദ്യം 23. നിങ്ങൾക്ക് എന്നോടുള്ള താൽപ്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് തീത്തോസ് പറഞ്ഞപ്പോൾ ഞാൻ എന്തു ചെയ്തു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം: അത്യധികം സന്തോഷിച്ചു. ചോദ്യം 24. എന്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം: എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും. ചോദ്യം 25. പൂരിപ്പിക്കുക. 2 കൊറിന്തോസ് 7:8. എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ഡാഷ്. ഉത്തരം: എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ചോദ്യം 26. ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും എന്ത് ചെയ്യുകയുണ്ടായല്ലോ എന്നാണ് പറഞ്ഞത്? ഉത്തരം: ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ചോദ്യം 27. ഇപ്പോഴാകട്ടെ ഞാൻ എന്തു ചെയ്യുന്നു എന്നാണ് 7:9 അനുസരിച്ച് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം: സന്തോഷിക്കുന്നു. ചോദ്യം 28. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. എന്തുകൊണ്ടല്ല എന്നാണ് പറയുന്നത്? ഉത്തരം: നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല. ചോദ്യം 29. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം എന്തിലേക്ക് നയിച്ചതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. ചോദ്യം 30. നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് എന്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ചോദ്യം 31. നിങ്ങളുടെ ദുഃഖം എന്തായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട്. ചോദ്യം 32. 7:10 അനുസരിച്ച് എന്താണ് രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നത്? ഉത്തരം: ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ചോദ്യം 33. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം: രക്ഷാകരമായ പശ്ചാത്താപം. ചോദ്യം 34. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ എന്തിന് അവകാശമില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: ഖേദത്തിന് അവകാശമില്ല. ചോദ്യം 35. ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത്? ഉത്തരം: മരണത്തിലേക്ക് നയിക്കുന്നു. ചോദ്യം 36. 7:10 അനുസരിച്ച് എന്താണ് മരണത്തിലേക്ക് നയിക്കുന്നത്? ഉത്തരം: ലൗകികമായ ദുഃഖം.
ചോദ്യം 37. ദൈവികമായ ഈ ദുഃഖം എന്തെല്ലാമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് 7:11 പറയുന്നത്. ഉത്തരം: എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയും. ചോദ്യം 38. നിങ്ങൾ ആരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു എന്നാണ് 7:11 പറയുന്നത്. ഉത്തരം: നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. ചോദ്യം 39. ആരെയൊക്കെ പ്രതിയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് എന്നാണ് 7:12 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം: അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല. ചോദ്യം 40. അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പ്രത്യുത എന്തിനു വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ഉത്തരം: ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ്. ചോദ്യം 41. 7:13 അനുസരിച്ച് എന്ത് ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം: തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്തും. ചോദ്യം 42. എന്തിൽ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം: നിങ്ങളെ പ്രശംസിച്ച് ഞാൻ തീത്തോസിനോട് ചിലത് സംസാരിച്ചു എന്നതിൽ. ചോദ്യം 43. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ എന്തും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഉത്തരം: തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ചോദ്യം 44. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും എന്താണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഉത്തരം: സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ചോദ്യം 45. 7:15 അനുസരിച്ച് എന്തിനെക്കുറിച്ചെല്ലാം ഓർക്കുമ്പോഴാണ് തീത്തോസ് വികാരതരളിതനാകുന്നത്. ഉത്തരം: നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ. ചോദ്യം 46. ആരുടെ അനുസരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് തീത്തോസ് വികാരതരളിതനാകുന്നത്. ഉത്തരം: നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. ചോദ്യം 47. എങ്ങനെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് തീത്തോസ് വികാരതരളിതനാകുന്നത്. ഉത്തരം: ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. ചോദ്യം 48. എനിക്ക് നിങ്ങളിൽ എന്തുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് 7:16 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം: പരിപൂർണ വിശ്വാസമുള്ളതിനാൽ. ചോദ്യം 49. എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ഞാൻ എന്തു ചെയ്യുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം: സന്തോഷിക്കുന്നു.